അസ്സാം വലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ എത്ര പണിയെടുത്താലും അത് കാണാനുണ്ടാവില്ല അല്ലേ? എല്ലാവരും പറയും, ഓ ഇവർക്ക് എന്താ എത്ര പണിയുള്ളത്, ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ നമ്മൾ ദിവസേന ചെയ്യുന്ന ചില പണികളിൽ ഒന്നാണ്, പാചകത്തിന് പുറമെ ചെയ്യുന്നതാണ് ബെഡ്. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞാൽ ബെഡൊക്കെ കുടഞ്ഞ് അതൊക്കെ ഷീറ്റൊക്കെ നിവർത്തിയിട്ട് നല്ല രീതിയിൽ ആ ബെഡ് ഒന്ന് ഒരുക്കുക. അത് കഴിഞ്ഞിട്ട് അടിച്ച് വാരി തുടച്ചിടുക, പാത്രങ്ങൾ കഴുകുക, ബാത്റൂമും വിൻഡോസൊക്കെ തുടക്കുക, ബാത്റൂം വാഷിങ്, സിങ്ക് വാഷിങ്, കൗണ്ടർ ടോപ്പ് കഴുകണം, എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്താലും ഇതാണ് കേൾക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ, എല്ലാം ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോ പണി ചെയ്തിട്ട് നമുക്ക് ഭാരം കുറഞ്ഞും കിട്ടും, കാണുന്നവർക്കത് നീറ്റായൊരു വീട് പോലെ തോന്നിക്കുകയും ചെയ്യും. അതിനുള്ള എളുപ്പപ്പണികൾ പറഞ്ഞാൽ നമ്മളെ പണി അല്പം ചുരുക്കിയിട്ട് പക്ഷേ വീട് സുന്ദരമായിട്ടിരിക്കാനുള്ള വഴികളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ഫുൾ സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം. സബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യാം, വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം, അതായത് തിങ്കൾ തൊട്ട് ശനി വരെ, ഞായർ നമുക്ക് അവധി വേണം, നമുക്കും വേണ്ട അവധി. അപ്പോൾ ഞായർ അവധി എടുക്കാം. തിങ്കൾ എന്ത് ചെയ്യണം? തിങ്കളാഴ്ച ഒരുപാട് തുണികളൊക്കെ ഉണ്ടാവും അല്ലേ? അത് അലക്കാനും ഉണക്കാനും മടക്കി വെക്കുക, ഇസ്തിരി ഇടേണ്ട ഇസ്തിരി ഇട്ട് വെക്കാം, അലമാരയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് തുണികളുണ്ടാവും. നമ്മുടെ പാചകം കഴിഞ്ഞിട്ട് അടിച്ചുവാരലും തുടക്കലും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ തുണി അലക്കി ഉണക്കി ഇസ്തിരി ഇട്ട് അലമാരയിൽ കുട്ടപ്പനാക്കി വെക്കണം ഇല്ലേ? അപ്പം തിങ്കളാഴ്ച നമുക്ക് കുറേ സമയം ലാഭിക്കാം. വേറെ നമുക്ക് ഹോബീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടും. ഇനി നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച നമുക്ക് ഫർണിച്ചറിലുള്ള പൊടി തട്ടിക്കുടഞ്ഞ് കളയാം. അതിൻ്റെ മുക്കിലും മൂലയ്ക്കൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അന്ന് ക്ലീനാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. TV, ഫാന്, AC, പിന്നെ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ അന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെക്കുക. ഫർണിച്ചറുള്ള പൊടിയൊക്കെ തട്ടി നല്ല ആശ്വാസം നമുക്ക് അതിന്മേൽ ഇരിക്കാൻ പാകത്തിനാക്കി വെക്കുക. ഗ്ലാസ് വിൻഡോസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് വിൻഡോസ് ക്ലിയർ ആക്കി വെക്കുക. അതുപോലെ മിററൊക്കെ ഉണ്ടെങ്കിൽ മിറർ, ഗ്ലാസിൻ്റെ എന്തും ഒക്കെ അന്നത്തേക്ക് അതൊക്കെ ചെയ്ത് വെക്കാം. നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ചെറിയ സാധനങ്ങളുണ്ടാവും അല്ലേ? അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ബുധനാഴ്ച നമുക്ക് കിച്ചൺ ക്ലീനിങ് ആക്കാം അല്ലേ? കിച്ചണിലെ കൗണ്ടർ ടോപ്പ്, സിങ്ക്, അതുപോലെ മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജ്, ഓവൻ, ചിമ്മിനി, അതിൻ്റെ മേലെയൊക്കെയുള്ള പൊടിയും ഒക്കെ നമുക്ക് ബുധനാഴ്ച നല്ലതായിട്ട് ക്ലീനാക്കി വെക്കാം. നമ്മുടെ വീഡിയോസ്, ക്ലീനിങ്ങിനെ പറ്റിയുള്ള പല വീഡിയോസും ഉണ്ട് ചാനലിൽ. കാണാത്തവർ അതൊന്ന് പോയി കാണുക കേട്ടോ. ഇത് ബുധനാഴ്ച തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രൈഡേ, വെള്ളിയാഴ്ച ആക്കിയാലും നല്ലതാണ്. കാരണം പലർക്കും ശനിയും ഞായറും അവധിയായിരിക്കുമല്ലോ. ഇനി തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് ബാത്റൂം ക്ലീനിങ്. അതൊരു ശരിക്കുള്ള ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണല്ലേ? പലരും ബുദ്ധിമുട്ടുന്നതും അതിലാണ്. അപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ്, അവിടുത്തെ വാഷ് ബേസിൻ, പിന്നെ തറ, പിന്നെ ചുമര് എല്ലാം നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെക്കണം. വെള്ളിയാഴ്ച നമുക്ക് കാർപ്പറ്റ്, ഡോർമാറ്റ്, പിന്നെ കർട്ടനുകൾ, ബാത്റൂമിൽ കർട്ടൻ ഉണ്ടെങ്കിൽ അതും എല്ലാം വെള്ളിയാഴ്ച ക്ലീൻ ചെയ്യാം. സോഫ സെറ്റിലിട്ടതും സോഫ സെറ്റ് കവറും ഒക്കെ നമുക്ക് വെള്ളിയാഴ്ച ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തരം ഐറ്റംസ് ക്ലീൻ ആകുന്നതോടെ തന്നെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം കുറച്ചും കൂടി കൂടും. ഇനി ശനിയാഴ്ച നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഡേ ആക്കാം. അതായത് നമ്മുടെ എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് അത് നമുക്കറിയുന്നത് പോലെ മാത്രം ചെയ്യുക, പിന്നെ അധികം ചെയ്യാതിരിക്കുക. വല്ലാതെ കേടായതൊക്കെ ആണെങ്കിൽ മെക്കാനിക്കിനെ വിളിച്ച് നന്നാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതോടൊപ്പം അവർ ക്ലീൻ ചെയ്ത് തരുന്നതുമായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജ്, ഓവന്, പിന്നെ ചിമ്മിനി, വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് അറിയുന്ന പോലെ ക്ലീനാക്കി വെക്കുക. പിന്നെ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് ഡോർ ഹാൻഡിൽസ്, സ്വിച്ച് ബോർഡ്, പിന്നെ ആവശ്യമില്ലാത്ത ബോക്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക. അതുപോലെ ബാത്റൂമിലുള്ള ടവലുകളൊന്ന് മാറ്റുക. കൈ തുടക്കുന്നതും മുഖം തുടക്കുന്നതൊക്കെ എന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതൊന്നും മറക്കാതെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
അടുത്തൊരു നല്ലൊരു വീഡിയോ വരയ്ക്കും. അസ്സലാമലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.